എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായ 2ാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ 3ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 3 ആണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ജുഡീഷ്യൽ ആൻഡ് പ്രോസിക്യൂഷൻ സിസ്റ്റം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ചോദ്യം 1. ഇന്ത്യയിലെ ക്രിമിനൽ കോടതികളുടെ ഘടനയും അധികാരപരിധിയും വ്യക്തമാക്കുക. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ക്രിമിനൽ കോർട്സ് ഇൻ ഇന്ത്യ. ഉത്തരം: ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരു പിരമിഡ് ഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ കോടതിക്കും അതിൻ്റെതായ അധികാരപരിധിയും ചുമതലകളുമുണ്ട്. സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ പീഠമാണിത്. ഇതിന് ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വൈസറി അധികാരങ്ങളുണ്ട്. ഭരണഘടനാപരമായ കാര്യങ്ങൾ, മൗലികാവകാശ സംരക്ഷണം, ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ എന്നിവ പരിഗണിക്കുന്നു. ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതികളാണിത്. ക്രിമിനൽ കേസുകളിൽ അപ്പീലുകൾ കേൾക്കുകയും കീഴ്ക്കോടതികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. സെഷൻസ് കോടതികൾ ജില്ലാതലത്തിലെ പ്രധാന ക്രിമിനൽ കോടതികളാണ് ഇവ. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ ഗൗരവമേറിയ കേസുകൾ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നു. വധശിക്ഷ വിധിക്കാൻ അധികാരമുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ സ്ഥിരീകരണം ആവശ്യമാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ സെഷൻസ് കോടതിക്ക് താഴെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. 7 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ നിയമപാലനവും ക്രമസമാധാനവും ഉറപ്പുവരുത്തുക എന്നതാണ് ഇവരുടെ പ്രധാന ചുമതല. പ്രത്യേക കോടതികൾ പോക്സോ ആക്ട്, NDPS ആക്ട് പോലുള്ള പ്രത്യേക നിയമങ്ങൾ പ്രകാരമുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സ്ഥാപിക്കപ്പെട്ടവയാണ് ഇവ. ചോദ്യം 2. ഇന്ത്യയിലെ ക്രിമിനൽ കോടതികളുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ക്രിമിനൽ കോർട്സ് ഇൻ ഇന്ത്യ? ഉത്തരം: ഒരു ക്രിമിനൽ വിചാരണയുടെ പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. കുറ്റം ചുമത്തൽ. മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കുറ്റം ചുമത്തുന്നു. പ്രോസിക്യൂഷൻ തെളിവ്. പ്രോസിക്യൂഷൻ സാക്ഷികളെയും തെളിവുകളെയും അവതരിപ്പിക്കുന്നു. പ്രതിയുടെ മൊഴി. തനിക്കെതിരായ തെളിവുകൾക്ക് വിശദീകരണം നൽകാൻ പ്രതിക്ക് അവസരം നൽകുന്നു. പ്രതിഭാഗം തെളിവ്. പ്രതിഭാഗം നിരപരാധിത്വം തെളിയിക്കാൻ തെളിവുകൾ ഹാജരാക്കുന്നു. അന്തിമവാദം. ഇരുവിഭാഗവും തങ്ങളുടെ വാദങ്ങൾ സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നു. വിധി പ്രസ്താവം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അന്തിമ വിധി പറയുന്നു. ചോദ്യം 3. ആധുനിക നീതിന്യായ സംവിധാനങ്ങളായ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ചിൽഡ്രൻസ് കോർട്ട്, ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ മോഡേൺ ജുഡീഷ്യൽ സിസ്റ്റംസ് ലൈക്ക് ഫാസ്റ്റ് ട്രാക്ക് കോർട്സ്, ചിൽഡ്രൻസ് കോർട്ട് ആൻഡ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. ഉത്തരം: ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഗൗരവമേറിയ കേസുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായവ വേഗത്തിൽ തീർപ്പാക്കാനുള്ള പ്രത്യേക കോടതികളാണിത്. സമയബന്ധിതമായ നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ചിൽഡ്രൻസ് കോർട്ട് കുട്ടികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 2015 പ്രകാരം നിയമവുമായി പൊരുത്തപ്പെടാത്തവരുടെയും സംരക്ഷണം ആവശ്യമുള്ളവരുടെയും കേസുകൾ പരിഗണിക്കുന്നു. ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കേസുകൾക്കായി ഓരോ ജില്ലയിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡ്. ഒരു മജിസ്ട്രേറ്റും 2 സോഷ്യൽ വർക്കർമാരും ഇതിൽ ഉൾപ്പെടുന്നു. ചോദ്യം 4. ഈ കോടതികളും നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെ ആധുനികവൽക്കരിക്കുന്നു? ഹൗ ഡു ഈ കോർട്സ് ആൻഡ് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് മോഡേണൈസ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം? ഉത്തരം: ഈ കോടതികൾ കോടതി നടപടികൾ ഡിജിറ്റലാക്കുന്ന പദ്ധതിയാണിത്. കേസുകളുടെ വിവരങ്ങൾ, വിധികൾ, കേസ് ലിസ്റ്റുകൾ എന്നിവ ഓൺലൈനായി ലഭ്യമാക്കി സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു. നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് രാജ്യത്തെ എല്ലാ കോടതികളിലെയും കേസുകളുടെ തത്സമയ വിവരങ്ങൾ നൽകുന്ന ഒരു ദേശീയ ഡാറ്റാബേസാണിത്. കേസുകളുടെ കെട്ടിക്കിടപ്പും കാലതാമസവും നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സുപ്രധാന നിരീക്ഷണ സംവിധാനമാണ് ഇത്. ചോദ്യം 5. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് എൻഷുർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി? ഉത്തരം: ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന പ്രധാന ഘടകങ്ങൾ. നിയമന രീതി. രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കുന്ന നിയമന രീതി. ഉദ്യോഗസ്ഥിരത. നടപടികളിലൂടെയല്ലാതെ എളുപ്പത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല. ഉയർന്ന ശമ്പളം.
അഴിമതിക്കുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വിരമിച്ച ശേഷം പ്രാക്ടീസിന് വിലക്ക്. നിഷ്പക്ഷത ഉറപ്പാക്കാൻ വിരമിച്ച ശേഷം പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വിലക്ക്. അധികാര വിഭജനം. എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേറ്ററിൽ നിന്നും വേർതിരിച്ച് ബാഹ്യ ഇടപെടലുകൾ തടയുന്നു. ചോദ്യം 6. ഡ്യൂ പ്രോസസ്, സ്പീഡി ട്രയൽ എന്നിവയെക്കുറിച്ച് വിവരിക്കുക. ഡിസ്ക്രൈബ് ഡ്യൂ പ്രോസസ് ആൻഡ് സ്പീഡി ട്രയൽ. ഉത്തരം: ന്യായമായ നിയമ നടപടി, അതായത് ഡ്യൂ പ്രോസസ്. ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയല്ലാതെ ഹനിക്കരുത് എന്ന് ഉറപ്പാക്കുന്ന തത്വമാണിത്. ഇതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ന്യായമായ നടപടിക്രമങ്ങൾ, അതായത് പ്രൊസീജ്വറൽ ഡ്യൂ പ്രോസസ്. നിയമ നടപടികൾ ന്യായവും പക്ഷപാതരഹിതവുമായിരിക്കണം. 2, നീതിയുക്തമായ നിയമം, സബ്സ്റ്റൻസീവ് ഡ്യൂ പ്രോസസ്. നിയമം തന്നെ ന്യായയുക്തമായിരിക്കണം. വേഗത്തിലുള്ള വിചാരണ, സ്പീഡി ട്രയൽ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഉറപ്പു നൽകുന്ന ഒരു മൗലിക അവകാശമാണിത്. വിചാരണ അനാവശ്യമായി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമായതിനാൽ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് ഈ തത്വം അനുശാസിക്കുന്നു. ചോദ്യം 7. പ്രോസിക്യൂഷൻ സംവിധാനം എന്നാൽ എന്ത്? വാട്ട് ഈസ് പ്രോസിക്യൂഷൻ സിസ്റ്റം? ഉത്തരം: ക്രിമിനൽ കേസുകളിൽ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് വാദിക്കുന്ന സംവിധാനമാണ് പ്രോസിക്യൂഷൻ. ഈ ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പ്രോസിക്യൂട്ടർമാർ. കേവലം പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതിലുപരി നീതി നടപ്പാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന കടമ. ചോദ്യം 8. ഒരു ക്രിമിനൽ വിചാരണയിൽ ഡിഫൻസ് കൗൺസിലിന്റെ പങ്ക് എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ഡിഫൻസ് കൗൺസിൽ ഇൻ എ ക്രിമിനൽ ട്രയൽ? ഉത്തരം: ഒരു ക്രിമിനൽ കേസിൽ പ്രതിയുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്ന അഭിഭാഷകനാണ് ഡിഫൻസ് കൗൺസിൽ. പ്രതിക്ക് നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കുന്നതിൽ ഡിഫൻസ് കൗൺസിലിന് നിർണായക പങ്കുണ്ട്. ചോദ്യം 9. നിരപരാധിത്വത്തിനുള്ള അനുമാനം, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന തത്വം വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഉത്തരം: ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ ഒരു അടിസ്ഥാന തത്വമാണിത്. ഇതനുസരിച്ച് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ഓരോ വ്യക്തിയും നിരപരാധിയാണ്. ഒരു കേസിൽ കുറ്റം തെളിയിക്കേണ്ട പൂർണ്ണമായ ബാധ്യത പ്രോസിക്യൂഷനാണ്. ചോദ്യം 10. എന്താണ് കൊളീജിയം സിസ്റ്റം? വാട്ട് ഈസ് ദ കൊളീജിയം സിസ്റ്റം? ഉത്തരം: ജഡ്ജിമാർ തന്നെ മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്ന സംവിധാനമാണിത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും 4 സീനിയർ ജഡ്ജിമാരും അടങ്ങുന്ന സമിതിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതിന്റെ പ്രധാന വിമർശനം സുതാര്യതയില്ലായ്മയും ബന്ധുനിയമന സാധ്യതകളുമാണ്. ചോദ്യം 11. എന്തായിരുന്നു NJAC? വാട്ട് വാസ് NJAC? ഉത്തരം: കൊളീജിയത്തിന് പകരമായി ജഡ്ജിമാരുടെ നിയമനത്തിനായി പാർലമെന്റ് കൊണ്ടുവന്ന സംവിധാനമായിരുന്നു NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. ഇതിൽ ജഡ്ജിമാർക്കൊപ്പം നിയമമന്ത്രിയും മറ്റ് അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് സുപ്രീം കോടതി ഇത് റദ്ദാക്കി. ചോദ്യം 12. പ്രോസിക്യൂഷൻ സംവിധാനത്തിന്റെ പരാജയം വ്യക്തമാക്കുന്ന ബെസ്റ്റ് ബേക്കറി കേസ് സംഗ്രഹിക്കുക. സമറൈസ് ദ ബെസ്റ്റ് ബേക്കറി കേസ് വിച്ച് ഇല്ലസ്ട്രേറ്റ്സ് ദ ഫെയിലിയർ ഓഫ് ദി പ്രോസിക്യൂഷൻ സിസ്റ്റം. ഉത്തരം: 2002 ഗുജറാത്ത് കലാപത്തിൽ 14 പേർ കൊല്ലപ്പെട്ട ബെസ്റ്റ് ബേക്കറി കേസ് പ്രോസിക്യൂഷൻ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ ഉദാഹരണമാണ്. പ്രധാന സാക്ഷിയായ സഹീറ ഷെയ്ഖ് ഭീഷണി കാരണം മൊഴിമാറ്റിയതിനെ തുടർന്ന് എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. ഇത് സാക്ഷി സംരക്ഷണത്തിന് വീഴ്ചയായി വിലയിരുത്തപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാൻ കേസ് ഗുജറാത്തിന് പുറത്തേക്ക് മാറ്റി പുനർവിചാരണയ്ക്ക് ഉത്തരവിട്ടു. ഉപന്യാസം: ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനം, ഘടനയും ലക്ഷ്യങ്ങളും. എസ്സേ: ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ആമുഖം: ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തി ഓരോ പൗരനും നീതി ലഭ്യമാക്കുക എന്നതാണ് രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. വ്യക്തമായ ഘടനയും പ്രവർത്തന തത്വങ്ങളും ഈ സംവിധാനത്തെ ശക്തമാക്കുന്നു. ക്രിമിനൽ കോടതികളുടെ ഘടന. ഇന്ത്യയിലെ ക്രിമിനൽ കോടതികൾക്ക് ഒരു പിരമിഡ് ഘടനയാണുള്ളത്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാതലത്തിൽ സെഷൻസ് കോടതികൾ, അതിനു താഴെ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിങ്ങനെയാണ് ഇതിന്റെ തട്ടുകൾ. ഓരോ കോടതിക്കും അതിൻ്റെതായ അധികാര പരിധിയുണ്ട്. നീതിയുക്തമായ വിചാരണയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഫെയർ ട്രയൽ. കോടതി പ്രവർത്തനങ്ങളുടെ കാതൽ നീതിയുക്തമായ വിചാരണയാണ്. ഇതിന്റെ അടിസ്ഥാന ശിലകൾ ഇവയാണ്: നിരപരാധിത്വത്തിനുള്ള അനുമാനം. കുറ്റം തെളിയും വരെ എല്ലാവരും നിരപരാധികളാണ്. ഡ്യൂ പ്രോസസ്. നിയമ നടപടികൾ കൃത്യമായി പാലിക്കണം. വേഗത്തിലുള്ള വിചാരണ. കാലതാമസമില്ലാതെ നീതി നൽകണം. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം.
ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി. ജനാധിപത്യത്തിന്റെ കാവലാളായ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷമായ പ്രവർത്തനത്തിന് അതിന്റെ സ്വാതന്ത്ര്യം അനിവാര്യമാണ്. ജഡ്ജിമാരുടെ നിയമന രീതി, ഉദ്യോഗ സ്ഥിരത, എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേറ്ററിൽ നിന്നുമുള്ള അധികാര വിഭജനം എന്നിവ ഇത് ഉറപ്പാക്കുന്നു. ആധുനിക നീതിന്യായ സംവിധാനങ്ങൾ. കാലത്തിനനുസരിച്ച് നീതിന്യായ വ്യവസ്ഥയും നവീകരിക്കപ്പെടുന്നുണ്ട്. പ്രത്യേക കോടതികൾ, കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ചിൽഡ്രൻസ് കോർട്ട്, ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് എന്നിവയും പ്രവർത്തിക്കുന്നു. ഡിജിറ്റൽ വൽക്കരണം, ഇ കോടതികൾ, നാഷണൽ ജുഡീഷ്യൽ ഡാറ്റാ ഗ്രിഡ് എന്നിവ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഉപസംഹാരം. ശക്തമായ ഘടനയും വ്യക്തമായ ലക്ഷ്യങ്ങളുമുള്ള ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനം വെല്ലുവിളികളെ അതിജീവിച്ച് ആധുനികവൽക്കരണത്തിലൂടെ മുന്നേറുകയാണ്. ഭരണഘടനാപരമായ തത്വങ്ങൾ മുറുകെ പിടിച്ച് ഓരോ പൗരനും നീതി ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പരമമായ ലക്ഷ്യം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.